ഗൈസ്. ഹലോ ഗൈസ്, ഇന്ന് നല്ല അടിപൊളി ഒരു കിഡിലോസ്കി കിസ്കോസ്കി ഡേ ആയിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു പ്രൊട്ടക്റ്റീവ് ഡേ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ പതിവ് പോലെ അച്ഛനെ ക്രാസോണിലേക്ക് കൊണ്ടുവച്ച് ഞാനെന്ത് വല്ല അഴിച്ചൊക്കെ കൊണ്ടുവിട്ടു എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ എന്നത്തെയും പോലെ ഞാൻ എന്റെ ജോലിയിലേക്ക് പ്രവേശിച്ചു. വണ്ടിയിലൊക്കെ വന്നതല്ലേ, അപ്പൊ കുറച്ചൊന്ന് ടച്ചപ്പ് ചെയ്തിട്ടിരിക്കാന്ന് വിചാരിച്ചു വന്നിരുന്നു. ലാപ്ടോപ്പ് ഒക്കെ തുറന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അർച്ചനക്കുട്ടിയും ഗോപികക്കുട്ടിയൊക്കെ ഓഫീസിലേക്ക് വന്നത്. പിന്നെ അവരുമായിട്ട് ജസ്റ്റ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിനുശേഷം ഞാൻ നമ്മുടെ ക്ലയൻസിന്റെ മെസ്സേജസോ കോൾസോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഫോൺ ചെക്ക് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഓരോ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കൊളീഗ്സുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഗോപികയുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ച് നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. ആള് ശരിക്കും സർപ്രൈസ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആളുടെ ഷോക്കിംഗ് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് കേക്ക് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. മധുരം കഴിക്കാതിരുന്ന് കണ്ടതുകൊണ്ട് ഒരു 2-3 പീസ്, ചെറിയ 2-3 പീസ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ജോലിയിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇന്നൊരു ആഡ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആഡ് കമ്പനി ആണ് നമ്മുടെ ആഡ് ഷൂട്ട് ചെയ്യുന്നത്. ക്രാസോണിലേക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവരുടെ കൂടെയുള്ള ഷൂട്ടിംഗ് തന്നെ ഭയങ്കര ഇതിലാണ്. ടൈം പോകുന്നതേ അറിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറലാവാൻ നമ്മൾ എന്തും കാണിക്കുക. അങ്ങനെ ഒരു വൈബാണ് നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോഴേക്കും. അങ്ങനെ ഇതൊരു ഇൻഡോർ ഷൂട്ടിംഗ് ആണ്. ഇനി നമുക്കൊരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഔട്ട്ഡോറിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഷൂട്ടിങ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ അത്രയും ഹാപ്പി ആയിരിക്കും അല്ലേ. ഇഷ്ടപ്പെടുന്നതും കഷ്ടപ്പെട്ട് ചെയ്യുന്നതും തമ്മിൽ നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ക്രാസോണിന്റെ MD വഹിദ മാം. അപ്പം ആളുമായിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര റിലാക്സ് ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നെയും കാത്തിരിക്കുന്ന പിള്ളേരാണ് കേട്ടോ. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ലൂമിനാർക്കിന്റെ വീഡിയോ എടുക്കാൻ ജോയൽ കുട്ടിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈവനിങ് ആയപ്പോഴേക്കും നമ്മുടെ ലൂമിനാർക്കിലെ പിള്ളേരുടെ കൂടെ നമ്മൾ കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മുടെ ക്യാമ്പസിനകത്ത് തന്നെ ചായ കഫേ ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇവിടെ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഈവനിങ് ആയി. നമ്മുടെ ഷൂട്ടിങ്ങും ഇന്നത്തെ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.